നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ സ്ഥാനം രാജിവെച്ചതോടെ മണ്ഡലത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ കൊഴുക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മണ്ഡലം ആരുടെ കോട്ട എന്നത് ഒരു പ്രധാന വിഷയമാണ്. ചരിത്രം ഇങ്ങനെയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളം ബാക്കി നിൽക്കെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയാണ് അൻവറിന്റെ രാജിയുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ സ്പീക്കർ എ.എൻ. ഷംസീറിനെ സന്ദർശിച്ച അൻവർ തന്റെ രാജിക്കത്ത് കൈമാറി. ഇടതുമുന്നണിയുമായി അകന്ന് കളം മാറി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നതിന് പിന്നാലെയാണ് സുപ്രധാന രാജി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിന്റെ കൈപ്പിടിയിലുണ്ടായിരുന്ന നിലമ്പൂരിൽ 2 തവണ ചരിത്ര വിജയം സ്വന്തമാക്കിയ അൻവർ ഇടതുപക്ഷത്തിന്റെ UDF-നെതിരായ പോരാട്ടത്തിന്റെ മുഖഛായയായി മാറിയിരുന്നു. എല്ലാം മാറിമറിയുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. 1967 നിലമ്പൂരിന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവപ്പുകാറ്റ് വീശിയപ്പോൾ കെ കുഞ്ഞാലി ആദ്യ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 1969 കുഞ്ഞാലി കൊല്ലപ്പെട്ടത് നിലമ്പൂരിനെ അപ്പാടെ മാറ്റിമറിച്ച മറ്റൊരു നാഴികക്കല്ലിൽ എത്തിച്ചു. പിന്നീട് 1970 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഇടതിനെ കൈവിട്ട് കോൺഗ്രസിന്റെ MP ഗംഗാധരനെ കൂട്ടുപിടിച്ചു. 1977 ആര്യാടൻ മുഹമ്മദും 1980 C ഹരിദാസും 1980 വീണ്ടും ആര്യാടൻ മുഹമ്മദും മണ്ഡലം കോൺഗ്രസിനായി കൈപ്പിടിയിൽ ഒതുക്കി. 1982 TK ഹംസയുടെ ചരിത്ര വിജയം നിലമ്പൂരിനെ വീണ്ടും ഇടതുപക്ഷത്തിനൊപ്പം നിർത്തിയെങ്കിലും പിന്നീട് 1987 മുതൽ 2011 വരെ കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായി മാറി നിലമ്പൂർ. 7 തവണയാണ് തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് വിജയിച്ചത്. എന്നാൽ 2016 മണ്ഡലം മാറിമറിഞ്ഞു. UDF-ന്റെ ഉറച്ച കോട്ടയിൽ PV അൻവറിലൂടെ ഇടതുപക്ഷം പുതിയ കുതിപ്പിന് തുടക്കമിട്ടു. 2016 പിടിച്ചെടുത്ത മണ്ഡലം 2011 അൻവർ നിലനിർത്തി. CPM സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ, UDF-ന്റെ പിന്തുണ നേടുമോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. മാറിയ നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയണം. 3 തവണ മാത്രമാണ് ഇടതിന് നിലമ്പൂരിൽ വിജയിക്കാനായത്. നിലമ്പൂർ ആരുടെ കോട്ടയാണ്? UDF-ന്റെയോ ഇടതിന്റെയോ അല്ലെങ്കിൽ PV അൻവറിന്റെയോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉപതെരഞ്ഞെടുപ്പ് ഫലം പറയും. എന്തുതന്നെയായാലും നിലമ്പൂർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ മുഖഛായ മാറ്റാനുള്ള മത്സരഭൂമിയായി മാറുകയാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ആർപ്പും ആരവങ്ങളും വിവാദങ്ങളും കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അടുത്ത മത്സരഭൂമി ഒരുങ്ങുന്നത്.